കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ 4 മണിക്ക് മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതാ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു മാധുര്യവും സൗന്ദര്യവും എല്ലാം ഉണ്ട്. കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. 2 ചുമലിലും ഓരോ സ്വർണ്ണത്തിലകങ്ങൾ ചാർത്തിയിരിക്കുന്നു. മാറത്തൊരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട്. വലത് കൈയിൽ ഓടക്കുഴലും ഒരു മഞ്ഞ പീതാംബരപ്പട്ടും കയ്യിൽ പിടിച്ചിരിക്കുന്നു. ആ പീതാംബരപ്പട്ട് ഏത് ഭക്തന് കൊടുക്കാനാവോ കണ്ണൻ്റെ മോഹം? ആ ഭാഗ്യവാൻ ആരാണാവോ? സ്വർണ്ണ കിരീടം ചാർത്തിയിട്ടുണ്ട്. കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെ നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിലാറാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ നാരായണ നാമം ചൊല്ലി ഓടി 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 പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ അനുഗ്രഹത്തിനായി കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകും, അതുറപ്പാണ്. നമുക്കും ആ പൊന്നുണ്ണി കണ്ണനെ, ആ സച്ചിദാനന്ദ കട്ടയെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ? എല്ലാവരും ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും ഒരു പീതാംബരപ്പട്ടും പിടിച്ച് നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകുന്ന സച്ചിദാനന്ദ കട്ടയെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചോളൂ. ആ കണ്ണനെ മനസ്സിൽ വിചാരിച്ച് ഒരു നിമിഷം കണ്ണടച്ച് അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുക. അവിടെ വെച്ച് ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിക്കുക, അവിടെ പ്രതിഷ്ഠിക്കുക. ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം. കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി ആ കണ്ണൻ്റെ നാമങ്ങളെല്ലാവരും ജപിച്ചോളൂ. നാരായണ 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 നാരായണ. ആ സ്നേഹത്തോടു കൂടിയുള്ള വിളി കണ്ണന് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് നമ്മൾ കൊടുത്ത സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം നമുക്ക് തന്ന്, നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ വിശ്വാസത്തോടുകൂടി, ഭക്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി എല്ലാവരും ജപിച്ചോളൂ. ഉറക്കെ ജപിച്ചോളൂ. യാതൊരു സങ്കോചവും വേണ്ട. വിളിച്ചോളൂ നമ്മുടെ കണ്ണനെ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. അത്രയും അമൂല്യമായ നിധിയാണ് ഈ മന്ത്രം. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറിത്തന്ന ഈ അമൂല്യനിധി നമ്മൾ വിനിയാമണ്ണം ഉപയോഗിക്കണം. ദിവസേന നമ്മൾ ഉപാസിക്കുക. എങ്കിൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും. അപ്പോൾ ഈ കലികാലത്ത് അത്രയും ഉത്തമമായ മന്ത്രമാണ് ഈ നാമത്രയ മന്ത്രം. അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഇത് ഉൾപ്പെടുത്തി ജപിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.